നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ നിലവിൽ ആശങ്കാജനകമില്ലെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ 1:45 മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിലവിൽ ചികിത്സ തൃപ്തികരമെന്നും സംഘം വിലയിരുത്തി. തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രി 11 മണിയോടെയാണ് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തിയത്. 2 മണിക്കൂറോളം എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വിലയിരുത്തി. റീനയിലെ ഡോക്ടർമാരുടെ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഡോക്ടർ ജയകുമാറിന് പുറമെ ഡോക്ടർമാരായ ആർ. രതീഷ് കുമാർ, ഫിലിപ്പ് ഐസക്, പി.ജി. അനീഷ്, സിജോ ജോസഫ്, ജോസ് ജോൺ എന്നിവരാണ് വിദഗ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനകൾ. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എംഎൽഎ ഉള്ളത്. ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക മെഡിക്കൽ ടീമിനെ ചികിത്സയ്ക്ക് നിയോഗിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവഴുതി വീണാണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്ക് പറ്റിയത്. നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. ഗാലറിയുടെ വശത്തു നിന്ന് എംഎൽഎ താഴേക്ക് വീഴുകയായിരുന്നു. ബാരിക്കേഡ് സ്ഥാപിച്ച് പൈപ്പ് വീണ് തലയ്ക്ക് പരിക്കേറ്റു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാദം നൃത്തസന്ധ്യയ്ക്കിടെയാണ് അപകടം. സ്റ്റേഡിയത്തിൽ വിഐപികൾക്കായി 40 കസേരകൾ ഇട്ടിരുന്നു. അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റിരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നടന്നു വന്നപ്പോഴാണ് എംഎൽഎ താഴേക്ക് വീണത്. കോൺക്രീറ്റിൽ തലയിടിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. കൊണ്ടുപോകുമ്പോൾ എംഎൽഎക്ക് ബോധമുണ്ടായിരുന്നു. സ്കാനിങ്ങിന് വിധേയമാക്കി 15 അടി പൊക്കത്തിൽ നിന്നാണ് വീണത്. സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കുണ്ടെന്നും കണ്ടെത്തി. ശ്വാസകോശത്തിനും നട്ടെല്ലിനും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചു. ശരീരം മൊത്തം എക്സ്റേ എടുത്തു. മറ്റു പരിക്കുകൾ കാണുന്നില്ല. പ്രധാനമായി നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കാണ്. ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ല. ബോധരഹിതയാണെന്നും ആരോഗ്യസ്ഥിതി മെച്ചമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചത്. 3 വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. ഇതിനെ തുടർന്ന് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30 ഇറക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഉയരത്തിലുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ മസ്തിഷ്കത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ ഡിഫ്യൂസ് ആക്സൺ ഇഞ്ചുറി ഗ്രേഡ് 2 സംഭവിച്ചു. പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തെ തുടർന്ന് തലച്ചോറിലെ അതിസൂക്ഷ്മമായ നാഡികൾ വലിഞ്ഞുണ്ടാകുന്ന ഗുരുതരമായ ക്ഷതമാണിത്. ആശുപത്രിയിൽ എത്തിച്ചത് അബോധാവസ്ഥയിലായിരുന്നു. മസ്തിഷ്കത്തിനേറ്റ പരിക്കിന്റെ ആഘാതം വിലയിരുത്തുന്ന ഗ്ലാസ്കോ കോമ സ്കെയിൽ സ്കോർ 8 ആയിരുന്നു. 3 വാരിയലുകൾ പൊട്ടി. 1ാമത്തെ വാരിയൽ പൊട്ടിയതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായത്. തലയുടെ പരിക്ക് ഗുരുതരമാണെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്ന് റിനെ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി പറഞ്ഞു. പ്രാഥമിക CT സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒടിവുകളില്ല. മുറിവുകളിൽ തുന്നലുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം 24 മണിക്കൂർ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരും. അതിനുശേഷം മാത്രമേ തുടർ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ.